പ്രിയമുള്ളവരെ, ഈ യോഗത്തിൻ്റെ അജണ്ടയടങ്ങുന്ന നോട്ടീസ് നിങ്ങൾക്കേവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഉദ്ഘാടകന് 12 മണിക്ക് മുന്നേ പോകാനുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാൻ കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ടി.കെ. ശക്തിധരൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഗംഗമാഷ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ജസ്റ്റിസ് കമാൽ പാഷ അവർകൾ, ഇന്നത്തെ പുരസ്കാര ജേതാവ് കാരശ്ശേരി മാഷ്, മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ.പി. രാജേന്ദ്രേട്ടൻ തുടങ്ങി വേദിയിലും പാർവതി ചേച്ചി തുടങ്ങി വേദിയിലും സദസ്സിലും ഉപേക്ഷയായിട്ടുള്ള ബഹുമാന്യരെ, ആദരണീയരെ, നമ്മളെല്ലാം പ്രിയപ്പെട്ട പവന സാറ് അന്തരിച്ചിട്ട് 18 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇന്നലെ 22-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ 18ാം ചരമവാർഷിക ദിനം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ആ ദിനത്തോടനുബന്ധിച്ച് വരുന്ന അവധി ദിവസം ആണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നമ്മൾ നടത്തി വരുന്നത്. നമുക്കറിയാം, പൊതുരംഗത്തും സാഹിത്യരംഗത്തും സജീവമാകുമ്പോൾ തന്നെ യുക്തിവാദം തൻ്റെ ജീവിതചര്യ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം മരണം വരെ മുന്നോട്ട് പോയിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹിത്യ അക്കാദമി തന്നെ അതിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം ഏറെ ഗുണം ചെയ്തു എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റേതായി 45-ലധികം പുസ്തകങ്ങളും ആയിരക്കണക്കിന് ലേഖനങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ ഓർപ്പിക്കുകയാണ്. വരുന്ന ഒക്ടോബർ 25-ന് അദ്ദേഹത്തിന് 100-ാം ജന്മദിനമാണ്. കേരളത്തിലും എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മദിനം അതിൻ്റെ അന്തസ്സുള്ള രീതിയിൽ കൊണ്ടാടുന്നെന്ന് പറയുന്നില്ല. അരിയിൽ ആഘോഷിക്കുന്നതിന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ജന്മസ്ഥലമായ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് അവസാന കാലഘട്ടം ചെലവഴിച്ച തൃശ്ശൂരിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു വർഷത്തെ പരിപാടിയാണ് സംസ്ഥാന കമ്മിറ്റി ഇതുവരെ ആലോചിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അവർകളാണ്. പ്രസ്ഥാനത്തെ ശരിയായ ദിശാബോധത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ നേതൃപാടവം എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഔപചാരികമായി മാത്രം അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും പുരസ്കാരം സമർപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമല പാഷ, മുൻ ഹൈക്കോടതി ജഡ്ജി അവർകളാണ്. മിശ്ര ഭോജനത്തിൻ്റെ 100-ാം വാർഷികം ആലുവയിൽ 2016-ൽ നമ്മൾ നടത്തിയപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടകനായി ജസ്റ്റിസ് കമാൽ പാഷ സാറായിരുന്നു എത്തിയിരുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ എങ്ങനെ ഈ പവനൻ്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം, ബഹുമാനപ്പെട്ട കമാൽ പാഷ അവരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിന് ഉദ്ഘാടകനായും കാരശ്ശേരി മാഷ്ക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയും ഞങ്ങൾ ക്ഷണിച്ചത്. ഏറ്റവും സന്തോഷത്തോടെ ജസ്റ്റിസ് കമാൽ പാഷ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് മലയാള മനസ്സ് ഒന്നടങ്കം ആദരിക്കുന്ന
കാരശ്ശേരി മാഷ്ക്കാണ്. ചാർവാകവി കുരിപ്പുഴ ശ്രീകുമാറും ഗംഗൻ അഴീക്കോടും അഡ്വക്കേറ്റ് അനിൽകുമാറും തുടങ്ങി ഉള്ള ജഡ്ജിയും പാലാണ് ഈ വർഷത്തെ പവന സെക്യുലർ അവാർഡിന് കാരശ്ശേരി മാഷെ തിരഞ്ഞെടുത്തത്. കാരശ്ശേരി മാഷെ ചിന്തകളും പ്രവൃത്തിയും എഴുത്തും തികച്ചും മതേതരമാണ് എന്നുള്ള ഏറ്റവും പ്രബലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കൊടുക്കുവാൻ അവാർഡ് നിർണ്ണയ കമ്മിറ്റി തീരുമാനിച്ചത് എന്നുള്ള കാര്യം കൂടി ഈ സദസ്സിനെ ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടെ കാരശ്ശേരി മാഷെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുരസ്കാരം സമർപ്പിക്കുന്നത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന KP രാജേന്ദ്രനാണ്. മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് രാജേന്ദ്രനാണ്. പവന അനുസ്മരണ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി എല്ലാ വർഷവും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് നിർലോഭമായ പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും ആദരവോടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പാർവതി ചേച്ചിയാണ്. പാർവതി ചേച്ചിക്ക് ഈ വേദിയിലൊരു മുഖവരയുടെ ആവശ്യമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പാർവതി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രധാന പരിപാടികളും ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറ്. ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നമ്മുടെ യുക്തിരേഖ മാസികയുടെ മാനേജരും തൃശ്ശൂരിലെ പ്രശസ്ത അഭിഭാഷകയുമായിട്ടുള്ള അഡ്വക്കേറ്റ് KD ഉഷ അവറുകളാണ്. KD ഉഷ അവറുകളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പവനാനുസ്മരണ നടത്തുന്നത് അഡ്വക്കേറ്റ് KN അനിൽകുമാറാണ്. അദ്ദേഹം കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്ന നിലയിലെല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ യുക്തിരേഖ മാസികയുടെ എഡിറ്ററും കൂടിയായ ഇരിങ്ങൽ കൃഷ്ണൻ മാഷാണ്. കൃഷ്ണൻ മാഷയും ഏറ്റവും സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മതേതര സമൂഹ നിർമ്മിതിക്ക് മതം ഉപേക്ഷിച്ചവരുടെ പങ്ക് എന്ന വിഷയത്തിൽ പവന സ്മാരക പ്രഭാഷണം നടത്തുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും യുക്തിരേഖയുടെ അസോസിയേറ്റ് എഡിറ്ററുമായ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനമാണ്. നല്ല പ്രഭാഷകൻ കൂടിയായ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ മതമില്ലാത്ത ജീവൻ അവാർഡിന് അർഹനായിട്ടുള്ള 16 കുട്ടികളെയാണ്. തങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ജാതി മതം ഉപേക്ഷിച്ചുകൊണ്ട് സ്വപ്രയത്നത്താൽ പഠിച്ച് പാസ്സാവും ഉന്നതിയിലേക്ക് എത്തുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് സെക്യുലറായി പഠിച്ച് ഉന്നത വിദ്യാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന SSLC പാസ്സായ 16 കുട്ടികളാണ് ഇന്ന് ഈ പുരസ്കാരത്തിന് ഇവിടെ അർഹരായി എത്തിയിട്ടുള്ളത്. ആ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് യുവകലാ സാഹിതിയുടെ മുൻ ജനറൽ സെക്രട്ടറി EM സതീശൻ അവர்களാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹവും എത്തിയിട്ടില്ല, ഏതാനും സമയത്ത് എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS എലിസബത്ത്, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, നന്ദി പറയുന്ന സന്തോഷമാനം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവോപരി നമ്മുടെ ഈ ചടങ്ങിൽ ഏറ്റവും സ്നേഹത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കുട്ടികൾക്ക് പ്രധാനമായും ഈ അവാർഡ് സമ്മാനിക്കുന്നത്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അവരെ ക്ഷണിക്കുന്നു. ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ സഖാവ് KD ഉഷയെ സാദരം ക്ഷണിക്കുന്നു.
ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബർ 26 ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അധ്യക്ഷൻ്റെ ഉപക്രമ പ്രസംഗമാണ്. വേദിയിലും സദസ്സിലുമുള്ള വേണ്ടപ്പെട്ടവർ, കേരളീയ മനസ്സുകളിൽ നൈതിക ബോധവും പോരാട്ട വീര്യവും സമരപാരമ്പര്യവുമുള്ള നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ കലാനാഥൻ മാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 110 ദിവസമായി. അദ്ദേഹത്തോടുള്ള ആദരവ് ഞാൻ ആമുഖമായി രേഖപ്പെടുത്തുന്നു. അഗ്നിയുടെ തിളക്കവും നിലാവിൻ്റെ കുളിർമയും വ്യക്തിജീവിതത്തിൽ അലിയിച്ച് ചേർത്ത മഹാനായ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റുമായിരുന്നു സഖാവ് പവനൻ. പവനൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേർ പോലെ അനുഭവങ്ങളുടെ സംഗീതമാണ്. പട്ടാളക്കാരനായിട്ടും മന്ത്രവാദിയായിട്ടും പത്രപ്രവർത്തകനായിട്ടും രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ പവനായി മാറി. പവനെന്ന് പറയുന്ന പദത്തിനർത്ഥം കാറ്റെന്നാണ്. അദ്ദേഹം കേരളീയ സമൂഹത്തിൽ പവനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളതിനുപരി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഉയർന്ന നട്ടെല്ല്, കരുത്തുറ്റ കൈകൾ എന്നിവ കൊണ്ട് കേരളത്തിൻ്റെ ആധുനിക ചാർവാകനായി മാറാൻ ശ്രീ പവന് സാധിച്ചിട്ടുണ്ട്. കുറേ വർഷമായിട്ട് പവനൻ്റെ ജീവിത രേഖകളും സമൂഹത്തിലെ പ്രശ്നങ്ങളും ബഹുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുതുതലമുറയെയും വർത്തമാന തലമുറയെയും ഓർപ്പിക്കുവാനുമാണ് ഞങ്ങൾ ഇതേ രീതിയിലുള്ള അനുസ്മരണങ്ങൾ നടത്തുന്നത്. ഇത്തവണത്തെ നമ്മുടെ പവനൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നീതിബോധത്തിൻ്റെ പ്രതീകമെന്ന് ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ശ്രീ മുൻ ജസ്റ്റിസ് കമാൽ പാഷയാണ്. അതുപോലെ ഈ തവണത്തെ പവനൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MN കാരശ്ശേരി മാസ്റ്റർക്കാണ്. കേരളീയ സമൂഹത്തിന് കാരശ്ശേരി മാഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആചാരങ്ങൾ ലംഘിച്ചിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. ആചാര ലംഘനമാണ് ജനാധിപത്യമെന്ന് പറയുന്നത്. ആചാര ലംഘനത്തിലൂടെയാണ് പൗരാവകാശങ്ങൾ നേടിയത്. അവരുടെ വിധിവിശ്വാസത്തിന് വിട്ടുകൊടുക്കാതെ സമരമുഖങ്ങളിലൂടെയും ആശയപ്രചരണത്തിലൂടെയും കേരളീയ സമൂഹത്തിൽ സെക്കുലറിസത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സമൂഹ അധ്യാപകൻ കൂടിയാണ് പ്രിയങ്കരനായിട്ടുള്ള കാരശ്ശേരി മാസ്റ്റർ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു സാമൂഹ്യ തിന്മയായി വളരുമ്പോൾ ആ തിന്മയെ
പ്രതിരോധിക്കുക, അതിനെതിരായിട്ട് ആശയപ്രചരണം നടത്തുക എന്നിവയാണ് കേരള യുക്തിവാദി സംഘം സമകാലീന സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നയപരമായ സംരക്ഷണവും ആവശ്യമാണ്. മാനവികത, വിമർശന ബുദ്ധി, യുക്തിചിന്ത, അവകാശബോധം, സമത്വബോധം എന്നിവ പ്രചരിപ്പിച്ചതിലും കേരളത്തിലെ നവോത്ഥാനത്തിന് മുഖക്കുറിപ്പെഴുതിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം. സമുദായം സമുദ്രം പോലെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന മഹാനായ സഹോദരൻ അയ്യപ്പൻ്റെ പിന്തുടക്കാരാണ് നാം ഓരോരാളും. ശാസ്ത്രീയ ബോധവും അന്വേഷണത്വരയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെ കടമയായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ശാസ്ത്രീയ മനോഭാവവും യുക്തിചിന്തയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. പവനൻ്റെ ദൃഷ്ടിയിൽ യുക്തിവാദം അല്ലെ യുക്തിചിന്ത എന്ന് പറയുന്നത് ഒരു ചുറ്റികയാണ്. ആ ചുറ്റികയുടെ പ്രതീക കൽപ്പന അടിച്ചുടക്കലിൻ്റെയും പ്രതീകമാണ്. അതുപോലെ തന്നെ പുനഃസൃഷ്ടിയുടെ മാനവികതയ്ക്ക് താളമുണ്ട്, ലയമുണ്ട്. അത് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിനെതിരെ, അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിനെതിരെ, അതുപോലെ തന്നെ പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വർണ്ണം കുട്ടപ്പിടിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പവനെ കുറിച്ചിട്ട് ഓർക്കുന്നത്. തീർച്ചയായിട്ടും പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളിൽ പല യുവജനങ്ങളും എത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസ്നേഹത്തിന് പുതിയ നിർവചനമുണ്ടാക്കാൻ ബന്ധനത്തിൽപ്പെട്ട വേലിയേറ്റങ്ങളായ യുവജനങ്ങളെ തീർച്ചയായിട്ടും അവരെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികപരമായിട്ടും ആശയപരമായും സമരമുന്നണിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം സംസ്കാരത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകും. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിലേക്ക് കിടക്കുകയാണ്. മതമില്ലാത്ത ജീവൻ അവാർഡ് അർഹരായ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ആരംഭിക്കുന്നത്. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുട്ടികളെയും. ഈ അവാർഡ് കിട്ടിയ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് ഗോവനാണ്, ശിവനാട് ഗോവനാണ്. ഗോവനെയും ക്ഷണിക്കുകയാണ്. കേരളത്തിലെ മതമില്ലാത്ത ജീവൻ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള യുക്തിവാദി സംഘം, കേരള മിശ്രഭാവവേദി എന്നീ സംഘടനകളാണ്. ഇന്ന് കേരളത്തിലെ SSLC പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് മതമില്ലാത്ത ജീവൻ അവാർഡിന് അർഹരായിട്ടുള്ള 16 കുട്ടികളാണ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. മതമില്ലാത്ത ജീവനായിട്ടുള്ള കുട്ടികൾ ഇന്ന് ധാരാളമുണ്ട്. അതിൽ 16 കുട്ടികളാണ് ഇവിടെ എത്താൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ കുട്ടികളെ ഞാനിവിടെ വിളിക്കുന്നത് പന്താലാശ സുഭാഷ്, അമ്മ രജനി ഇ.വി., അച്ഛൻ സുഭാഷ്, സഹോദരി പാഞ്ചിയ. മതമില്ലാത്ത ജീവനാണ് ഡിഗ്രി. പാഞ്ചിയ മതമില്ലാത്ത ജീവനാണ്, ഡിഗ്രിക്ക് പഠിക്കുന്നു. തൃശ്ശൂർ മാള കൊച്ചുകടവ് എന്നാണ് എത്തിയിട്ടുള്ളത്. റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്റ്റേറ്റ് ലെവൽ മത്സരാർത്ഥിയാണ് പന്താലസ. ഈ പന്താലസ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നമ്മൾ സാധാരണ കേട്ടില്ലാത്തൊരു പേരാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഭൂമിയും കരയും കടലും രണ്ടായിട്ട് തിരിക്കുമ്പോൾ കരയുടെ പേര് പാഞ്ചിയ എന്നും കടലിൻ്റെ പേര് പന്താലസ എന്നും ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ പേര് തിരഞ്ഞെടുത്ത സുഭാഷ് സാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രഞ്ജിക്കും ഞാൻ ആശംസകൾ അർപ്പിച്ചിരുന്നു. അടുത്ത ഗദ്ദർ മാനവ്, രജനി ജോൺസൺ ദമ്പതികളുടെ മകനാണ്. ആദർശ വിവാഹിതരായിട്ടുള്ള ജോൺസൺ രജനി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് കണാദ് മാനവ്. അദ്ദേഹവും മതമില്ലാത്ത ജീവനായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിരുവനന്തപുരം വിതുരയിൽ നിന്ന് എത്തുന്നു. KVSന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് ജോൺസൺ. KS അയന,
മിഷ സജി ദമ്പതികളുടെ കുട്ടിയാണ് അയന. മിഷ സജി ദമ്പതികളുടെ കുട്ടിയാണ് അയന. മതമില്ലാത്ത ജീവൻ KS ഐറീസ് സഹോദരിയാണ്. വാടാനപ്പള്ളി തൃശ്ശൂർ സ്വദേശിയാണ്. ഗൈഡിങ്ങിൽ രാജ്യപുരസ്കാരം നേടിയിട്ടുണ്ട്. കർണാട്ടിക് സംഗീതം, ഡാൻസ് തുടങ്ങിയവയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അയനയ്ക്ക് ആശംസകൾ നേരുന്നു. തസ്നി ഭാസ്കർ, വിനി ഭാസ്കർ ദമ്പതികളുടെ ഏക മകളാണ് തസ്നി ഭാസ്കർ. തൃശ്ശൂർ കീഴാറ്റൂരിൽ നിന്ന് എത്തിയിരിക്കുന്നു. വ്ളാഡിമിർ ലെനിൻ, തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി പഞ്ചായത്ത് തൃത്രല്ലൂർ നിന്ന് എത്തിയിരിക്കുന്നു. BRCയിൽ അധ്യാപികയെ ജോലി ചെയ്യുന്ന അനീഷ മാതാവും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ഷിജിത്ത് ആണ് അച്ഛൻ. തൃത്രല്ലൂർ UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മതമില്ലാത്ത ജീവൻ ചന്ദ്രയാണ് സഹോദരി. ഗീതാഞ്ജലി KC, ജിജാഡി KC ദിനേശൻ ദമ്പതികളുടെ മകൾ. സഹോദരി കവിതേര KC മതമില്ലാത്ത ജീവൻ അവാർഡിനെ നേരത്തെ കരസ്ഥമാക്കിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിന്ന് എത്തിയിരിക്കുന്നു. KYS പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് ദിനേശൻ സാറ്. അർജുൻ, ജി വിജയശ്രീ AC സുനിൽകുമാർ ദമ്പതികളുടെ മകനാണ്. മതമില്ലാത്ത ജീവൻ അതുൽ സഹോദരനാണ്. കൊല്ലം ചാത്തന്നൂർ ചിറക്കരയിൽ താമസിക്കുന്നു. അതുൽ കവിതകളൊക്കെ എഴുതുന്ന അർജുൻ കവിതകളൊക്കെ എഴുതുന്നുണ്ട്. ആകാശ് S, ആകാശ് പാലക്കാട് ജില്ലയിലെ കരിമ്പയിലാണ് വരുന്നത്. അച്ഛൻ സുധീർ KS, അമ്മ സംഗീത P, രണ്ടുപേരും അധ്യാപകരാണ്. മതമില്ലാത്ത ജീവൻ മാനസ് സഹോദരനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആകാശിൻ്റെ നിരവധി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കരയേറ്റയിൽ ബാക്ക് ബെറ്റ് നേടിയിട്ടുണ്ട് ആകാശ്. തേജസ് SB, അമ്മ ശ്രീകല TS, അച്ഛൻ ബെനോ ജെയിംസ് ജോസഫ്. കേരള യുക്തിവാദി സംഘത്തിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് ബെനോ ജോസഫ്. ധ്യാൻ B മദൻ, അമ്മ ആശാസി, അച്ഛൻ പ്രിൻസ്. തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്ത് നിന്ന് എത്തുന്നു. സഹോദരൻ ദശരഥൻ. ജിവോഗ് PR, ജിവോഗിന്റെ അമ്മ മായാദേവി, അച്ഛൻ റോബി, സഹോദരൻ മാർക്ക് ഗോഗ്. ആലപ്പുഴ ജില്ലയിൽ നിന്നെത്തുന്നു. ജിവോഗ് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ്. ഉജ്ജൽ LU, സിരയും തമ്മിലിണങ്ങി ചോരകളൊന്നായി കലരട്ടെ. ഉജ്ജൽ കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് എത്തുന്നു. അമ്മ ലിനി P, അച്ഛൻ ഉണ്ണികൃഷ്ണൻ PC. ഉജ്ജൽ ഒരു നാടക കലാകാരൻ കൂടിയാണ്. ഓർമ്മ R, നിത്യ രാജകുമാർ ദമ്പതികളുടെ ഏക മകളാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ താമസിക്കുന്നു. രാജ്കുമാർ KYSന്റെ കാസർഗോഡ് ജില്ലാ പ്രവർത്തകനാണ്. ഇൻഷുറൻസ് അഡ്വൈസറായി ജോലി ചെയ്യുന്നു. സാന്ദ്ര മനോജ്, അമ്മ ബിന്ദു മനോജ്, അച്ഛൻ മനോജ് പട്ടോളി. കഴിഞ്ഞ തവണ മതമില്ലാത്ത ജീവൻ അവാർഡ് നേടിയ സ്നേഹ മനോജാണ് സഹോദരി. കാസർഗോഡ് ജില്ലയിലെ ചീമേനി പട്ടോളി സ്വദേശം. കവിത എഴുത്ത്, ചിത്രപര കലകളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അലീഡ S, ശ്രീലേഖ VS, സുവർണൻ പരവൂർ ദമ്പതികളുടെ മകൾ. മതമില്ലാത്ത ജീവൻ എമ്മിലാണ് സഹോദരൻ. കൊല്ലം ജില്ലയിലെ പറവൂരിൽ നിന്ന് എത്തേണ്ടതായിരുന്നു. കൊല്ലം ജില്ലാ
ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്തോഷ് മാനവം അവാർഡ് ഏറ്റുവാങ്ങുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആൻസർ സിന്ധു. ശിവകാമി എസിൻ്റെ സുമിത്ര ശ്രീകാന്ത് ദമ്പതികളുടെ മകൾ ശിവകാമി എസ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി രാജൻ ഏറ്റുവാങ്ങുന്നു. പുലരട്ടങ്ങനെ പുലരട്ടെ, മിശ്രവിവാഹം പുലരട്ടെ. പുലരട്ടങ്ങനെ പുലരട്ടെ, മിശ്രവിവാഹം പുലരട്ടെ. ജാതിമതങ്ങൾ തകർന്നാലേ, ഭാഷാ ചിന്തകൾ പോയാലേ. ജാതിമതങ്ങൾ തകർന്നാലേ, ഭാഷാ ചിന്തകൾ പോയാലേ. മാനവരൊന്നായി തീരും മോഹന സോദര ബന്ധം കണി കാണൂ. മാനവരൊന്നായി തീരും മോഹന സോദര ബന്ധം കണി കാണൂ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്, ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മതവിശ്വാസത്തോടെ ജീവിക്കുവാനും മതരഹിതമായി ജീവിക്കുവാനും ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. നിർഭാഗ്യവശാൽ മതവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് ഇന്ത്യയിൽ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന മറ്റൊരു വിഭാഗത്തിന് മതരഹിതമായ ജീവിതം നയിക്കുന്നതിന് അതിന് തയ്യാറുള്ള ജനവിഭാഗങ്ങൾക്ക് അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ആഗോളതലത്തിൽ തന്നെ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് മതരഹിതമായി ജീവിക്കുന്ന വിഭാഗം. അവർ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന വിഭാഗമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അതുപോലെയുള്ള മറ്റ് കീഴ്വഴക്കങ്ങൾ, മറ്റ് നിയമങ്ങൾ ഒക്കെ നൽകുന്ന ആനുകൂല്യങ്ങൾ, അത് തൊഴിൽപരമാകാം, വിദ്യാഭ്യാസപരമാകാം, സാമ്പത്തികമാകാം, പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ജാതീയമായ മതപരമായ ചിന്തകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് അർഹമായ അവകാശങ്ങൾ മതപരമായി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള മുഴുവൻ അവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കുന്നത് നീതി നിഷേധമാണ്. എന്നതുകൊണ്ട് തന്നെ അവർക്കും അത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ശക്തമായ പ്രചരണ പരിപാടികൾ അതിനും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. മതരഹിതമായ ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകും എന്ന ദൃഢ നിശ്ചയത്തോടുകൂടി ഇവിടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജീവിതാവസാനം വരെ ഈ വിളക്ക്, ഈ വെളിച്ചം, ഈ തെളിച്ചം അത് മുറുകെ പിടിക്കുക മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലാകമാനം വാരി വിതറുവാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂണുകൾ പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ അത്തരം മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകളുടെ കൊടിക്കൂറ കൂടുതൽ ഉയരത്തിലേക്ക് പിടിച്ച് മുന്നേറുവാനുള്ള ആ ഒരു തൻ്റെ ഇടം നിങ്ങൾ ജീവിതാവസാനം വരെ മുറുകെ പിടിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ, പ്രിയമുള്ളവരെ,
കേരള യുക്തിവാദ സംഘം ജാതിക്കും മതത്തിനുമെതിരായി പൊരുതുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ ഈ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് നിന്നിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിൽ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെതിരെ ശക്തമായി പടവരുതി യുക്തിവാദി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള പവനൻ്റെ പേരിലുള്ള അവാർഡ് നമ്മളെ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് സെക്യുലറായി ജീവിക്കുന്ന കാരശ്ശേരി മാഷ്ക്കാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ അച്ഛനും അമ്മയും ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ് മതമില്ല എന്നുള്ളത്. തങ്ങൾക്ക് തിരിച്ചറിവില്ലാത്ത സമയത്ത് സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതിയും മതവും ഇല്ലാതെ ചേർക്കുകയും, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികളെ ജാതിയും മതവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് SLC പരീക്ഷ എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും ചേർക്കാൻ വേണ്ടി സ്കൂളുകളിൽ അധ്യാപകന്മാർ നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ തൻ്റെ അച്ഛനും അമ്മയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയം ഞാനും മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് SLC പരീക്ഷയിൽ ഇപ്പോൾ പുസ്തകം പൂജിച്ചും പേന പൂജിച്ചും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുമൊക്കെ പരീക്ഷ എഴുതി ആണ് പരീക്ഷ പാസ്സാകുന്നെന്നും വിശ്വസിക്കുന്ന മൂഢന്മാരുള്ള ഈ കാലത്ത് തൻ്റെ വായനയിലൂടെയും മറ്റ് വിജ്ഞാനങ്ങളിലൂടെയും അറിവ് നേടിയിട്ടുള്ള ഈ പരീക്ഷാ വിജയം തികച്ചും അർഹതപ്പെട്ട കുട്ടികൾ തന്നെയാണ് നേടിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ മതമില്ലാത്ത ജീവൻ അവാർഡ് നേടിയിട്ടുള്ള കുട്ടികളെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ എലിസബത്തിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് നമ്മൾ മഹത്തായ രണ്ട് സംരംഭങ്ങൾക്കാണ്, രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഏവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ട് മഹത്തായ കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടത്തപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, നമുക്ക് ഏവർക്കും സുപരിചിതൻ, കേരളത്തിന് മുഴുവൻ സുപരിചിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട പവൻ, അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും മഹത്തായ നേട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നേട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഈ ഹോള് അദ്ദേഹം കൂടി മെനക്കെട്ട്, അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലത്ത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സർഗശേഷി വികസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമം മുഴുവൻ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹോളിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഓർക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ യുക്തിവാദി സംഘം ഉള്ളിടത്തോളം കാലവും അദ്ദേഹത്തെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ തികഞ്ഞ ഒരു സാംസ്കാരിക പ്രവർത്തകനും പത്രപ്രവർത്തകനും, എന്തിനു വേണ്ട നമ്മുടെ ഈ കേരളത്തെ തന്നെ നിലനിർത്തുവാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗവാക്കായിക്കൊണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ യുക്തിവാദി സംഘം തുടങ്ങിയ കാലം മുതൽ 78 മുതൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിക്കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ഈ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെയുള്ള ഒരുപാട് യാത്രകൾക്ക്, ഒരുപാട് വാഹന പ്രചരണ യാത്രകൾക്കൊക്കെ ഭാഗവാക്കായിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട പവനൻ്റെ പേരിലുള്ള ഒരു അവാർഡ് MN കാരശ്ശേരി മാഷ്ക്ക് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം മതത്തിൻ്റെ പേരില്ലാത്ത രണ്ട് വ്യക്തികൾ. ഒന്ന്, പവനൻ സാറിനും മതത്തിൻ്റെ പേരുപയോഗിച്ചിട്ടല്ലല്ലോ അദ്ദേഹം പവനെന്ന് ഈ കേരളം മുഴുവൻ അറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഞാനൊക്കെ ചെറുപ്പക്കാരായി ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹം മഹാനായ ഒരു പ്രസ്ഥാനമായി, യുക്തിവാദി സംഘത്തിൻ്റെ തന്നെ ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ടും ഇന്ന് കേരളത്തിലെ എല്ലാ ആളുകളെക്കാട്ടിലും കൂടുതലായിട്ട് ബഹുമാനിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, അന്ന് യുക്തിവാദി സംഘത്തിൽ വന്നിട്ടുള്ള കുറേ ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിക്കൊണ്ട് ഈ യുക്തിവാദി സംഘത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പദവിയിൽ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകളെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പേരും പ്രശസ്തിയും അദ്ദേഹം നിലനിർത്തിയിട്ടുള്ള
കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം നേരത്തെ രാജഗോപാൽ ഇവിടെ ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല, 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ സാംസ്കാരിക ജില്ലയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനത്തേക്ക് ഇന്ന് നമ്മുടെ സുരേഷ് ഗോപിയിലൂടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അത് വെറുതെ അങ്ങനെ കടന്നു വന്നതല്ല. 3 പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് അയാൾ ഫാസിസ്റ്റുകാർക്ക് തൃശ്ശൂരിനെ അങ്ങ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ഒരു കാര്യത്തിലൂടെയല്ല. ഇവിടുത്തെ ന്യൂനപക്ഷ മതങ്ങൾ എന്ന് പറയുന്ന അതിശക്തമായ ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് അദ്ദേഹം കേരളീയ ജനതയ്ക്ക് ഒരു മുൾക്കിരീടവും അവർക്കൊരു സ്വർണ്ണക്കിരീടവും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ തൃശ്ശൂരിനെ ഇങ്ങ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങ് എടുത്തത് അങ്ങോട്ട് മാറ്റേണ്ട ഒരു വലിയ കടമ കേരളത്തിലെ യുക്തിവാദി സംഘത്തിന് ഉണ്ട്. സാംസ്കാരിക ശക്തി എന്ന നിലയ്ക്ക് നമുക്കുമുണ്ട്, അതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പം നമ്മളൊക്കെ പല കക്ഷി രാഷ്ട്രീയങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിമർശിക്കുന്നത് ആവശ്യമാണെങ്കിലും ഇപ്പോൾ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഈ സ്വർണ്ണക്കിരീടം വെറുതെ ക്രിസ്ത്യാനികൾ ഇദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതല്ല. ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഈ ക്രിസ്ത്യാനികൾക്ക് കിട്ടേണ്ട ഒരുപാട് വിദേശ ഫണ്ടുകൾ ഈ 5-10 കൊല്ലമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ആത്മീയവാദികൾ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഭൗതികവാദികളാണ്. ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിക്കുക. ആ സ്വത്ത് ഇപ്പോൾ ഇവർക്ക് കുറഞ്ഞുപോയി. അത് തിരിച്ചു പിടിക്കുവാനും അതിനു വേണ്ടിയുള്ള അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വളരെ സൂത്രശാലികളായ ഈ കുറച്ച് മതപുരോഹിതന്മാരുടെ തന്ത്രമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരിത് കാണുന്നത്. യുക്തിവാദി സംഘം മുഴുവൻ അങ്ങനെയാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് കടന്നാക്രമണം ഇവിടെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതും തൃശ്ശൂർ ജില്ലയെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് തൃശ്ശൂർ ജില്ല മാത്രമല്ല, കേരളം മുഴുവൻ അതിനെ നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ്. ഇവിടെ മതമില്ലാത്ത ജീവൻ അവാർഡ് കുറേ കുട്ടികൾക്ക്, ഒരു 16ഓളം കുട്ടികൾക്ക് 2 പേരാണ് വരാതിരുന്നിട്ടുള്ളത്. നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നമ്മൾ എല്ലാ കൊല്ലവും നൽകുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്കതിൽ കുറച്ച് അസൂയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മക്കളൊക്കെ ഈ ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മക്കൾ മതമില്ലാത്ത ഒരു മതത്തിൻ്റെ കോളത്തിൽ നില്ലെന്നൊക്കെ എഴുതിയിട്ട് SSLC കഴിഞ്ഞ് അന്നിതില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2005 എനിക്ക് തോന്നുന്നത്, എനിക്ക് തീയതിയൊന്നും ഓർമ്മയില്ല. 2005 സർക്കാരിൽ, അതുവരെ സർക്കാർ ഇത് മതം ചേർത്തണം, ജാതി ചേർത്തണം എന്നൊരു നിബന്ധന വെച്ചു. അപ്പം അതിനെതിരെ കേരള യുക്തിവാദി സംഘം ശക്തമായ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിക്കൊണ്ടാണ് 2005 വീണ്ടും ഇത് ജാതിയും മതവും ചേർത്താതെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളുടെ സമരത്തിൻ്റെ ഒരു നേട്ടമാണ്. ആ സമരത്തിൻ്റെ നേട്ടം കൊണ്ട് നേടിയെടുത്ത ഈ മതമില്ലാത്ത ജീവൻ അവാർഡ് കൊടുത്തപ്പോൾ യുക്തിവാദി സംഘത്തിന് മാത്രമല്ല, കേരളത്തിലെ മതേതര ജീവിതം നയിക്കുന്നവർക്ക് കൂടി അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, ഈ അവാർഡ് വാങ്ങിയ 16 കുട്ടികൾ മാത്രമല്ല, അതിനെ ചങ്കൂറ്റം കാണിച്ച ഇന്നത്തെ ഈ ജാതി മത ചിന്തകൾക്ക് അടിസ്ഥാനമായ അതിൻ്റെ ആളുകളാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങളങ്ങനെ വളർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ചങ്കൂറ്റം കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജാതിയും മതവും ഇല്ലാതെ ചേർത്ത ഈ രക്ഷിതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.